നമ്മുടെ മുംബൈ യാത്ര തുടരുകയാണ്. ക്രഫോർഡ് മാർക്കറ്റ്. മാർക്കറ്റുകളുടെ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ക്രഫോർഡ് മാർക്കറ്റ്. മുംബൈയിലെ ഏറ്റവും വലിയ, ഏറ്റവും സുപ്രസിദ്ധമായ മാർക്കറ്റാണ് ക്രഫോർഡ് മാർക്കറ്റ്. ക്രഫോർഡ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. തീർക്കാൻ പറ്റാത്തത്രത്തോളം കാര്യങ്ങളും കാഴ്ചകളും ഉള്ള ഒരു വളരെ വലിയൊരു മാർക്കറ്റാണ് ക്രഫോർഡ് മാർക്കറ്റ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം അത്രയും ആൾക്കാർ വന്ന് ദിവസവും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാൽ പോലും, ഫോറിനേഴ്സ് ആയാൽ പോലും, ടൂറിസ്റ്റുകളായാൽ പോലും എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വളരെ വലിയൊരു മാർക്കറ്റാണ്. മുംബൈയിലെ ഏറ്റവും വളരെ വലിയ ഒരു മാർക്കറ്റ് തന്നെയാണ് ക്രഫോർഡ് മാർക്കറ്റ്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കണ്ടു തീർക്കാൻ പറ്റാത്തത്രയും കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഓരോ മുക്കിലും മൂലയിലും പുതിയത് എന്ന് പറയുന്നതിനേക്കാൾ ഇത്രയും അധികം ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ സാധനങ്ങളുള്ളത്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കിട്ടും എന്ന് പറഞ്ഞാലും നമുക്കിവിടെ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇവിടെ ഇപ്പോൾ കാണുന്ന ഓരോ സാധനങ്ങളായാൽ പോലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ തന്നെ വലിയൊരു മായാലോകം എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. എത്ര ദൂരം നടന്നാലും പിന്നെയും പിന്നെയും നമുക്ക് ഇപ്പം നമ്മൾ കണ്ടതുപോലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇനി കാണാത്ത പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോരുത്തരായിട്ട് കച്ചവടക്കാർ അവിടെ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നു. എല്ലാ ഏരിയയിലും കച്ചവടം മാത്രമാണുള്ളത്. എല്ലാവരും വിപണി മുൻകണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നീക്കുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഓരോ ദിവസവും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു, കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സിസ്റ്റം ഇവിടെ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് ക്രഫോർഡ് മാർക്കറ്റിൻ്റെ കാര്യം. अच्छा है ना, काम कुछ नहीं है, आराम से जाना फिनिश करते। मोबाइल ये कनेक्ट होता है, मस्त है, आगे लगा लो, चलते रहो, वीडियो भी बनती रहेगी और भी ऐसा पैटर्न भी आएगा पड़ेगा। लास्ट प्राइस है 300, 200 को दे दो, 10 रुपये कम दे। आपके लिए आपके ഈ ക്രഫോർഡ് മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ക്രഫോർഡ് മാർക്കറ്റ് 1869 നിർമ്മിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിർമ്മിച്ച ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ മുംബൈയുടെ പ്രാചീന ചരിത്രത്തെ ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് പോകാൻ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മഹാത്മാ ജ്യോതിറാവു ഫൂലെ മാർക്കറ്റ് എന്ന് ആണ് പറഞ്ഞത്. അവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ, ലോക്കൽ ബസ്സിനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇറക്കി വിടും. ഇവിടെ ഒത്തിരി അടുത്ത് തന്നെ മനീഷ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. മനീഷ് മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ചെയ്യും. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കച്ചവടക്കാർ തന്നെയാണ്. എല്ലാ മുക്കിലും മൂലയിലുള്ള കച്ചവടക്കാർ. പൗരാണിക ശൈലിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിന് നമുക്ക് അത്രത്തോളം ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ഭംഗിയെ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. പൗരാണികമായിട്ടുള്ള ബിൽഡിംഗ് സമുച്ചയങ്ങൾ തന്നെയാണ് ഈ ഒരു ബൃഹത് മാർക്കറ്റിനെ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ എത്തിച്ചു നിർത്തുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും. എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ലഭിക്കും. എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വളരെ ബൾക്കായിട്ട് ലഭിക്കുന്നുള്ളതാണ്. ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും ആകർഷണങ്ങളായ ഭാഗങ്ങളിലൊന്നാണ് അതിൻ്റെ ഡിസൈൻ. അതായത് ആർട്ട് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ നമ്മൾക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. വിപണിയിലെ ഗോതിക് ആർക്കിടെക്ചർ, മനോഹരമായ ഗുലൈ പാറ്റേൺ, ടൈൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കണ്ടിരിക്കേണ്ടതാണ്. ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ. ഈ ഒരു ബിൽഡിങ്ങിനകത്തൂടെ നമുക്ക്
സഞ്ചരിക്കാൻ വേണ്ടി നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ഇവർ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് എടുത്ത് കൊണ്ടുപോയി വയ്ക്കുന്നതും ഇടുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിങ്ങനെ പോകേണ്ടത്. അപ്പോൾ നമുക്ക് അഭിമുഖമായിട്ട് ഫോറിനേഴ്സും ടൂറിസ്റ്റേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് അഭിമുഖമായിട്ട് വരും. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൈഡിനൊക്കെ വെച്ചിട്ടുണ്ടാകും. മിഠായി അടക്കം നമ്മൾ പല പച്ചക്കറികളുണ്ടാവും, പുഷ്പങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ. പക്ഷേ അതിൻ്റെ തന്നെ ആഗോള മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എല്ലാ സാധനങ്ങളും കിട്ടുന്ന അതിൻ്റെ ഇടയിലൂടെയായിട്ട് നമ്മുടെ ട്രാഫിക്കും പോകുന്നുണ്ടാകും. വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ഏരിയ കൂടിയാണിത്. കാരണം ട്രാഫിക് അവിടെ വളരെയധികം വലിയ ട്രാഫിക് വരുന്ന ഒരു റോഡ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കും നമ്മളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി നമ്മൾ നോക്കണം. അപ്പം നടന്നു നീങ്ങുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു മാർക്കറ്റ് കൂടിയാണിത്. അത്രയും ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ മോഷ്ടാക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഇത്രയും ആൾക്കാർ വരുന്നത് കൊണ്ട് അങ്ങിങ്ങായിട്ടൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? തട്ടുകടകളുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരുപാട് കടകളുണ്ട്. നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കടകളുണ്ട്. ആ കടകളിൽ നിന്ന് മാത്രം കുടുംബം പുലർത്തുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന അത്ഭുതം എന്ന് പറയുന്നത്. ഒരു ചായ വിറ്റ് മാത്രം അവൻ്റെ കുടുംബം പോറ്റുന്ന ആൾക്കാരൊക്കെ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ചായ വിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 5 രൂപയുടെ ചായക്കപ്പിൽ നിന്ന് മാത്രമാണ് അവർക്ക് ഇത്രയും ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. വലിയ കുടുംബമാണെന്നൊന്നും പറയുന്നില്ല. അവരുടെ കുടുംബം നോക്കാനുള്ള ഇത് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. 5 രൂപയാണ് ഇവിടുത്തെ ചായയുടെ വില. നമ്മുടെ നാട്ടിലെ പോലെ വലിയ കപ്പല്ല, ചെറിയ വലുതുണ്ട്, വലുതില്ലെന്നല്ല. പക്ഷേ കോമൺ ആയിട്ട് ഇവിടെ മുംബൈയിൽ കാണുന്നത് നമ്മൾ 5 രൂപയുടെ ചെറിയൊരു കപ്പാണ്. ആ ചെറിയൊരു കപ്പിൽ കുറച്ച് ചായ. നമ്മുടെ യാത്രയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മാർക്കറ്റ് ഒരുപാട് സമയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുന്നതിനേക്കാൾ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെയും വരിക. ഒരു മാർക്കറ്റ് വരാൻ കഴിഞ്ഞാൽ പിന്നെയും വരാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പിന്നെയും വരിക. കാരണം കാഴ്ചകൾ പലരും പറയും ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് വലിയ കാര്യമില്ല, അവിടെ കാണേണ്ട കാഴ്ചകൾ ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ കാഴ്ചകൾ എപ്പോഴും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല. ഈ ക്രഫോർഡ് മാർക്കറ്റ് പോലെ ഒരു വലിയ മാർക്കറ്റിൽ ഒരിക്കലും ഒരു തവണ പോയാലൊന്നും കാഴ്ചകളെല്ലാം കണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് നമ്മൾ ഒരു ക്ലൈമറ്റ് ആയിരിക്കും. നമ്മൾ ഒരു തവണയൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 1-2 തവണയൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും, കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റും, കൂടുതൽ ഉൽപ്പന്നങ്ങൾ കാണാൻ വേണ്ടി പറ്റും. കാഴ്ചകൾ എപ്പോഴും വ്യത്യസ്തമാണ്. നമ്മുടെ കാഴ്ച വ്യത്യസ്തമാണെങ്കിൽ കാഴ്ചകളും വ്യത്യസ്തമായിട്ട് മാറും. നമ്മുടെ കാഴ്ചയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ കാണേണ്ടത് തന്നെയാണ് എന്ന് നിശ്ചയിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം മുന്നേ കണ്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ കാഴ്ച പുതിയതാണെങ്കിൽ, നമ്മുടെ കാണാൻ പോകുന്നത് പുതിയ കാര്യങ്ങളെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന കാഴ്ചകളും പുതുത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യത്തിൽ ഞാൻ 2 തവണയാണ് ഇവിടെ പോയത്, 3 തവണയാണ് ഇവിടെ പോയത്. ആദ്യം ഒരു തവണ പോയി കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ചു വന്നു. പിന്നെയും പോയി കാഴ്ചകളും കാര്യങ്ങളും കണ്ടു തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്തും പുതിയ കാഴ്ചകൾ എത്രത്തോളം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് 2 തവണ പോകാൻ ശ്രമിക്കുക. എപ്പോഴും യാത്രകൾ അങ്ങനെ അതിമനോഹരമാക്കാൻ ശ്രമിക്കുക. എപ്പോഴും പുതിയ കാഴ്ചകളുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോവുക. മുന്നേ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ടാകും. ഒരാൾക്കും ഒരു ചെറിയ യാത്രയിലൂടെ ഒരു തവണ ഒരു സ്ഥലം സന്ദർശിക്കുന്നതോടെ ആ സ്ഥലത്തിൻ്റെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ പുതിയ കാര്യങ്ങളാണെങ്കിൽ, അങ്ങനെ അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്തായാലും ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാർക്കറ്റ് തന്നെയാണ്, മറ്റിവിടുത്തെ ജനങ്ങളാണ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൾച്ചറാണ്. ഇവിടെ ഒരു കൾച്ചറുണ്ട്. മുംബൈയുടെ തന്നെ വളരെ സുപ്രധാനമായ ഒരുപാട് കൾച്ചറൽ തിങ്സ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചറാണ്. ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വളരെ പൗരാണികമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈനാണ്. അത് വളരെ എക്സൈറ്റിംഗ് ആണ്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യും ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അവിടുത്തെ ആൾക്കാർക്ക് അത്ര എക്സൈറ്റിംഗ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്ന, കാരണം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് അവർ ഇവിടെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്.
वो पैसा डाल दे यार। ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഉൽപ്പന്നം വരുന്ന സമയത്ത് അത് ഒരു സ്ഥലത്തെ ഓറിയൻറ്റ് ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു 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 ട്രഡിഷൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാഗിൻ്റെത് കണ്ടാണെങ്കിൽ ബാഗിൻ്റെ തന്നെ ഒരുപാട് വ്യാപാരികൾ നിലകൊള്ളുന്നത് ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സ്വീറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പച്ചക്കറികളായാലും അല്ലെങ്കിൽ പഴങ്ങളായാലും പച്ചക്കറികളായാലും അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. മറ്റ് റോഡ് സൈഡ് ഡ്രസ്സുകളും കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള സ്പേസ് പല പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ്. നമുക്ക് പോവാം, എക്സ്പ്ലോർ ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു രീതിയിൽ തന്നെ കണ്ട് പോകണമെന്നില്ല. നമുക്ക് കാണുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിട്ട് ഈ മാർക്കറ്റിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്രഫോർഡ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇവിടെ വളരെ ഉൾഭാഗത്തോട് ചെന്ന് നമുക്ക് വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാം. ഇപ്പോൾ നിങ്ങളൊരു വ്യാപാരിയൊക്കെ ആണെങ്കിൽ വളരെ ഉൾപ്രദേശങ്ങളിലോട്ട് ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ചെറിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അല്ല നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റ് കാണാൻ ജസ്റ്റ് വന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയിലൂടെ മാത്രം പോയി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത്രയും വലിയ ഒരു മാർക്കറ്റാണ് ക്രഫോർഡ് മാർക്കറ്റ്. നടന്നു തീർക്കുക എന്നൊക്കെ പറയുന്നത് ആവില്ല. അത്രയും ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കണ്ടു എന്ന് പറയുന്നവർ നമ്മുടെ റീലിലൊക്കെ പറയുന്ന പോലെ കണ്ടു എന്ന് പറയുന്നവർ കടൽ തീരം മാത്രം കണ്ടവരാണ് എന്ന് മാത്രം പറയേണ്ടി. കാരണം ക്രഫോർഡ് മാർക്കറ്റ് അത്രയും വലിയൊരു മാർക്കറ്റാണ്. കണ്ടു തീർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും എക്സൈറ്റിംഗ് ആണ്. അത്രയും കാണാൻ കാഴ്ചകളുള്ളൊരു മാർക്കറ്റാണ് ക്രഫോർഡ് മാർക്കറ്റ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പലതും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടു തീർക്കാം. വാ.